സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ചുറ്റും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. ആ കരുണയുടെ മണിക്കൂറാണ്. നമുക്കായി, നമ്മുടെ കുടുംബത്തിനായി, ഈ ലോകം മുഴുവനും വേണ്ടി കർത്താവ് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവിടുത്തെ നമ്മൾ പരസ്യമായി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് നാം വിളിച്ചപേക്ഷിക്കുന്നു. ദൈവം നമുക്കായി പ്രവർത്തിക്കും. ലോകത്തിന് മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ള ഈ കരുണ നാം ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക് ദൈവം വർഷിക്കുമെന്നുള്ള വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് അല്പസമയം സഹോദരമായിട്ട് സ്തുതിച്ചാരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സ്നേഹം അളവറ്റതാണ്. അവിടുത്തെ കാരുണ്യത്തിന് പരിമിതികളില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ്റെ മേലും ആ കരുണ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം ദൈവ കരുണയെ വചന വെളിച്ചത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണ പ്രാപിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃപയുടെ സിംഹാസനവും കരുണയുടെ ഉറവിടവും എന്നറിയപ്പെടുന്ന ഒന്നുണ്ട്. അതാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. കൃപയുടെ സിംഹാസനം, കരുണയുടെ ഉറവിടം. ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മൾ. ഈ ദിവ്യകാരുണ്യത്തെ നമ്മൾ സ്നേഹിച്ച്, ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയാവുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ആത്മീയ അഭ്യാസം എന്ന് പറയുന്നത്, സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്. ബലിയർപ്പണം ഭംഗിയായി നമ്മൾ നടത്തുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കാണാൻ പറ്റും. മാത്രമല്ല, വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധർ പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ബലിയർപ്പണമാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബലിയർപ്പണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവകരുണയ്ക്ക് ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എപ്പോഴും ആ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കാനും കൃപയുടെ നിറവിൽ ജീവിക്കാനും ബലിയർപ്പണം നമ്മെ സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തോടെ ഈ ബലിയെ സമീപിക്കണം. നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ അവർ യേശുവിൻ്റെ അടുത്ത് സൗഖ്യത്തിനായി വന്നു. അവരോട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കിത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഡു യു ബിലീവ്? ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ സൽഫലം അവർ കാണുകയും ചെയ്തു. ആ അന്ധന്മാർക്ക് കാഴ്ച ലഭിച്ചു. പറയുണ്ട്, ബലിയർപ്പിക്കാൻ നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. എൻ്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഈ ബലിയിലുണ്ട്. ഈ ബലി ഞാൻ അർപ്പിക്കേണ്ടതുപോലെ അർപ്പിച്ചാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഇന്ന് രോഗസൗഖ്യത്തിനും മറ്റ് അനുഗ്രഹങ്ങൾക്കെല്ലാം വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും ശരണപ്പെടുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പറയുന്നുണ്ട്, വിശ്വാസത്തോടെ ബലിയെ സമീപിച്ചാൽ, വിശ്വാസത്തോടെ ബലി അർപ്പിച്ചാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും എന്നുള്ളത് നാം ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ചുമ്മാ കുർബാന കണ്ടാൽ പോരാ, ബലി അർപ്പിക്കണം. ബലി അർപ്പിക്കണമെങ്കിൽ അതിന് വില കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വില കൊടുത്തുള്ള ബലിയർപ്പണമാണ് നടക്കുന്നത് എങ്കിൽ ദൈവകരുണയ്ക്ക് ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. വില കൊടുത്ത് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുർബാന നടക്കുമ്പോൾ ആ കുർബാന ഏറ്റവും അനുഗ്രഹപ്രദമാകാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ബലിയർപ്പിക്കുന്ന വൈദികൻ അവിടെ യേശുവായിട്ട് മാറണം. അതുപോലെ തന്നെ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു ബലിയായിട്ട് മാറാൻ, ബലിവസ്തുവായി മാറാൻ അവർ തയ്യാറാകണം. നമുക്കറിയാം, നമ്മൾ അവിടെ അർപ്പിക്കുന്നത് അപ്പവും വീഞ്ഞുമാണെങ്കിലും നമുക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്. അവിടെ വരുന്ന മാറ്റം സത്താപരമായ ഒരു മാറ്റമാണ്. ഇതുപോലൊരു മാറ്റത്തിന് ബലിയിൽ പങ്കെടുക്കുന്നവർ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ ബലി അനുഗ്രഹപ്രദമാകും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ബലി അർപ്പിച്ചവരെ പോലെ നമ്മൾ ജീവിക്കണം. കുർബാന കാണാൻ പോയാൽ പോരാ, ബലി അർപ്പിച്ചെന്ന് പറഞ്ഞാൽ പോരാ, ബലി അർപ്പിച്ചവർ അതനുസരിച്ചുള്ള ഒരു ജീവിതം ബലിക്ക് ശേഷം ജീവിക്കാൻ തയ്യാറാകണം. ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുർബാന അർപ്പിച്ചതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ കാണുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ ഒരു ശരീരമായി തീരണം എന്ന് പറഞ്ഞാൽ, കുർബാന അർപ്പിച്ച വ്യക്തികൾ അവരുടെ കുടുംബത്തിലാണേലും സമൂഹത്തിലാണേലും ഐക്യം അത് ആഗ്രഹിച്ച് അതിനായിട്ട് അധ്വാനിക്കണം. ഐക്യം നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും കൊണ്ടുവരുന്ന ഏജൻ്റായിട്ട് നമ്മൾ മാറണം. ഭിന്നതയാണ് നമ്മുടെ കുടുംബത്തിൽ നാം സൃഷ്ടിക്കുന്നത് എങ്കിൽ ബലി അർപ്പിച്ചവരെ പോലെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. മാർഗരറ്റ് മേരി അലക്കോക്ക് അവർ പറഞ്ഞത്, ബലി അർപ്പിക്കുമ്പോൾ അവരൊരു നിമിഷം കത്തുന്ന മെഴുകുതിരിയിലേക്ക് ഒന്ന് നോക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് അവർ പറയുന്നുണ്ട്. ഈ കുർബാന അർപ്പിച്ച ഞാൻ എന്തായിത്തീരണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ആ മെഴുകുതിരി കത്തി ചെറുതായി ഇല്ലാതാകുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം ഇല്ലാതാകണം. ഈശോ എന്നിൽ പൂർണ്ണമായിട്ടും വളർന്നു നിൽക്കണം. ഈ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് കുർബാന അർപ്പിച്ചവരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിൽ വില കൊടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. മദർ തെരേസ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ബലിയർപ്പിക്കുമ്പോൾ നമുക്കുള്ള സ്നേഹം, ബലി കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ സ്നേഹത്തെ പ്രതി നമ്മൾ വില കൊടുക്കും. ആ സ്നേഹത്തെ പ്രതി നമ്മൾ നൊമ്പരമെടുക്കും. ആ സ്നേഹത്തെ പ്രതി നമ്മൾ സ്വയം ശൂന്യവൽക്കരിക്കാൻ തയ്യാറാകും. അപ്പം അങ്ങനെ ശൂന്യവൽക്കരണത്തിന് തയ്യാറാകുന്നവർക്ക് ഞാൻ എൻ്റെ സുഖം എൻ്റെ പദ്ധതി എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരായിട്ട് അവർ മാറും. ഇതാണ് ബലി അർപ്പിച്ചവരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ബലിപീഠത്തെ സമീപിക്കുന്നവരിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ബലിയർപ്പിക്കാൻ പോകുന്നെങ്കിൽ ആ ബലി വില കൊടുത്തുള്ള ബലിയാകും. അതുപോലെ തന്നെ ആ ബലി ഫലസംദായകമായി മാറും. അതിന് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്
ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം സത്യഹൃദയമായിരിക്കണം. ട്രൂ ഹാർട്ട്. നമുക്ക് ഈ കള്ളത്തരം, വഞ്ചന, വക്രത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ ചുറ്റിപ്പറ്റി കിടന്നാൽ ബലി അർപ്പിച്ചാലും ബലി അനുഭവമാകണമെന്നില്ല. കാരണം സത്യസന്ധതയില്ലാത്തൊരു ഹൃദയത്തിൽ ഒരു കൂദാശയും ഒരു ഫലവും പുറപ്പെടുവിക്കില്ല എന്നുള്ളത് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഏതെങ്കിലും വിധത്തിൽ അസത്യത്തിലേക്ക് നമ്മൾ വഴുതി വീണവരാണെങ്കിൽ നമുക്ക് അനുദപിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് എല്ലാ ബലിയർപ്പണത്തിൻ്റെ ആരംഭത്തിലും ഒരു വിശുദ്ധീകരണ പ്രാർത്ഥന, വിശുദ്ധീകരണ ശുശ്രൂഷ, അനുതാപ ശുശ്രൂഷ വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പങ്കെടുക്കണം. ആത്മാർത്ഥമായിട്ട് പങ്കെടുത്ത് അവിടെ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഇനി അതേ തുടർന്ന് ബലി അർപ്പിക്കുമ്പോൾ ആ ബലി നമുക്ക് അനുഭവമായി മാറും. രണ്ടാമതൊരു കാര്യം കൂടി ഹെബ്രായർ 10:22 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശുദ്ധ മനസാക്ഷി. ഈ പാപം ചെയ്യാതെ ജീവിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ശുദ്ധ മനസാക്ഷി. മറ്റാരെങ്കിലും കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തും. പറയുന്നുണ്ട്, ആ ഒരു കുറ്റപ്പെടുത്തലില്ലാതെ ശുദ്ധ മനസാക്ഷിയോടെ നമുക്ക് ഈ ബലിപീഠത്തെ സമീപിക്കാൻ സാധിച്ചാൽ ആ ബലി ഭംഗിയായി നമുക്ക് അർപ്പിക്കാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ വലുതായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരുപാട് രോഗങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മുടെ മനസാക്ഷി ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ നാളുകളായിട്ട് ഇങ്ങനെ കാപട്യത്തിൽ, അസത്യത്തിൽ കഴിയുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന് മാത്രമല്ല ശരീരത്തിന് പോലും രോഗങ്ങൾ വരും. നാളുകളായിട്ട് നമ്മൾ വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, സ്നേഹക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പുലർത്തിയാൽ ഒന്ന് നമ്മൾ നമ്മുടെ ആയുസ് വെട്ടിച്ചുരുക്കുന്നു, മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും. മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായി മാറും. അത് വരാതിരിക്കാൻ ശുദ്ധ മനസാക്ഷി നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഹെബ്രായർ 10:22 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ബലിയെ സമീപിക്കുമ്പോൾ വിശുദ്ധമായൊരു കാര്യത്തെയാണ് സമീപിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10 വചനം പറയുന്നുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യണം. അങ്ങനെയുള്ളവർ വിശുദ്ധരായിത്തീരും. സ്വർഗത്തിൽ പോകാൻ ഇത് മാത്രം മതിയെന്ന്. അതുകൊണ്ട് നമ്മുടെ ശരീരം പോലും നിർമ്മലമാണ് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ബലിയർപ്പിക്കാൻ തയ്യാറാകണം. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് യാക്കോസ്ലീഹായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോസ്ലീഹ 1-27 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ വില കൊടുത്ത് ബലി അർപ്പിക്കാൻ നമുക്കും പറ്റും. കുർബാന കഴിഞ്ഞാൽ ബലി അർപ്പിച്ചവരെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ സമൃദ്ധിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.